ഷീജ കൂടി തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് സമഗ്ര വിവരങ്ങൾ നൽകാനായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഏറ്റവും മനോഹരമായ ഒരു പാതയിൽ നിന്നുകൊണ്ടാണ് ഷീജ എന്നോട് സംസാരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ മികവാണ് ആ പാതയായി നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ ആ പാത നിൽക്കുന്നത് പോലെ അത്ര സുഖകരമായിരുന്നില്ല ഈ 10 വർഷവും സർക്കാരിൻ്റെ യാത്ര. നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളെയാണ്. വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വരുന്നു, കോവിഡിനെ നേരിടേണ്ടി വരുന്നു, നിപ്പയെ നേരിടേണ്ടി വരുന്നു. അതിനപ്പുറം പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നമ്മളെ ഞെരുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും നേരിടേണ്ടി വരുന്നു. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പക്ഷേ വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും. അപ്പോൾ ഈ തുടർ ഭരണത്തെ നമുക്കങ്ങ് വിലയിരുത്താം. ഗുഡ് മോർണിംഗ് മനു. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഭരണത്തെ അങ്ങനെ അങ്ങ് വിലയിരുത്തി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അതായത് ഏറ്റവും ഒടുവിലായി പൂർത്തിയാക്കിയ ഒരു വികസന പദ്ധതി, അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ സ്മാർട്ട് റോഡുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വഴുതക്കാടുള്ള സ്മാർട്ട് റോഡ്, ആ റോഡിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ക്യാമറമാൻ സജു കാണിച്ചു തരുന്നത്. ഏത് രീതിയിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ റോഡുകൾ മാറിയിരിക്കുന്നത്, നമ്മുടെ റോഡുകളും മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ഇതൊന്നും ഇവിടെ സാധ്യമാകും എന്നുള്ളത് ആരും കരുതിയിരുന്നില്ല. പക്ഷേ LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് LDF സർക്കാരിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. 10 വർഷം നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ, കൃത്യമായി 9 വർഷം, ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് അതായത് പിണറായി സർക്കാർ കടക്കുന്നു. അപ്പോൾ ഒരു 9 വർഷം നമ്മൾ പിന്നോട്ട് പോയാൽ അറിയാം എന്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. കാരണം പൊതുവിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ അവസ്ഥയിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞ അവസ്ഥയിൽ, എല്ലാം താളം തെറ്റിക്കിടന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും നോക്കിയേ വേണ്ട, ആ ഭാഗത്തേക്ക് പോലും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ നിന്ന് കേരളത്തെയാണ് അവിടെ നിന്നും കൈപിടിച്ച് പിന്നീടുള്ളൊരു യാത്ര 1ാം പിണറായി സർക്കാർ നടത്തുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ 2ാം പിണറായി സർക്കാർ വരുന്നു. 2ാം പിണറായി സർക്കാർ ഇന്നിപ്പോൾ 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ മാറ്റങ്ങളെല്ലാം പ്രകടമാണ് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനു ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് ഒരു പ്രധാന കാരണം, അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തെ ആ പാതകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഇവരുടെ വികസന പ്രവർത്തനം. സ്മാർട്ട് റോഡുകൾ മാത്രമല്ല, ദേശീയപാതയിലടക്കം വലിയ രീതിയിലുള്ള മാറ്റം. കാരണം ദേശീയപാത വികസനം ഇവിടെ സാധ്യമാകില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ, ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നാണ് പിണറായി സർക്കാർ വന്നതിന് ശേഷം ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലൊക്കെ ത്വരിത വേഗത്തിലാക്കുന്നത്. ഈ വർഷം കൊണ്ട് ദേശീയപാത വികസനം അത് പൂർത്തിയാവുകയാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്നൊരു വാർത്തയാണ്. കാരണം ആ രീതിയിൽ നമ്മുടെ നിരത്തുകൾ സ്മാർട്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അവിടെ മാത്രം വികസന പ്രവർത്തനം തീരുന്നില്ല. വ്യവസായ മേഖലയാവട്ടെ, നിക്ഷേപ മേഖലയാകട്ടെ, എല്ലായിടങ്ങളിലും നമുക്ക് ആ മാറ്റം പ്രകടമാകുന്നു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വ്യവസായികൾ കേരളത്തിലേക്ക് എത്തുന്ന അത്തരത്തിലൊരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം നമുക്കുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു വിഷയമുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണോ ഒരു സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. കാരണം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഘട്ടത്തിൽ അവിടെ നിന്നും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം അത് തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ മറ്റൊരു മുഖമുദ്ര എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ ഏതൊക്കെ രീതിയിൽ കേന്ദ്രം സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ടോ അത് ദുരന്ത മുഖത്ത് പോലും നമ്മൾ കണ്ടു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ അവിടെയൊന്നും ഒരു തരത്തിലും അടിപതറാതെയുള്ളൊരു മുന്നോട്ട് പോക്ക് അത് തന്നെയാണ് മനു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു മാസം പോലും കുടിശ്ശികയില്ല എന്നുള്ളതാണ്. അത് ആ രീതിയിൽ നടപ്പാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി തന്നെ എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ഇതിനിടയിൽ രസകരമായ കാര്യമുണ്ട്. ഷീജ ഇങ്ങനെ തുടർ ഭരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷീജയോട് പറയൂ, ഈ തുടർ ഭരണത്തെക്കുറിച്ചല്ല, ഇനി വരാൻ പോകുന്ന LDF 3.0 കുറിച്ചാണ് സംസാരിക്കേണ്ടത്. കാരണം അവർ ഉറപ്പിക്കുകയാണ് അടുത്തൊരു LDF സർക്കാരിനുള്ള കേളികെട്ട് തുടങ്ങിക്കഴിഞ്ഞുവെന്ന്.
തീർച്ചയായും മനു, അതിലൊരു സംശയവുമില്ല. കാരണം ഈ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഒരാവശ്യമല്ല, ജനങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റുന്ന എല്ലാ തലത്തിലുള്ള ആവശ്യങ്ങളും അത് നിറവേറ്റി ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എന്തിന് ജനം മറ്റൊരു സർക്കാരിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് ഈ ഓരോ വിഷയങ്ങളിലും ഉള്ള സർക്കാരിൻ്റെ ഇടപെടൽ കാണിച്ചു തരുന്നത്. അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം, ഈ ഒരു കഴിഞ്ഞ 9 വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം മൂന്നാം LDF സർക്കാരിലേക്കുള്ള ഒരു പാത വെട്ടിയൊരുക്കുന്നത് തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഞാൻ നേരത്തെ മനുവും സൂചിപ്പിച്ചു, നമുക്ക് ഈ കഴിഞ്ഞ 9 വർഷങ്ങളിൽ എന്താണ് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ബുള്ളറ്റിനിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അതിന് ഓരോ ദിവസം എടുത്താൽ പോലും, ഒരാഴ്ച കൊണ്ട് പോലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ആ രീതിയിലുള്ളൊരു മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതും ഈ കൊച്ചു കേരളം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും അത്രത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം കൂടിയാണ് മനു. ശരി ഷീജ, ഒരുപാട് സന്തോഷം. ഷീജ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ ഇന്ന് പ്ലാൻ ഇട്ടിരുന്ന കാര്യം. ഞാനും ഷീജയും ശരത്തേട്ടനും വിനിഷയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സ്മാർട്ട് റോഡിലൂടെ നടന്ന് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളം ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ മഴ നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചു കളഞ്ഞു. അതെ അതെ, ഞാനും രാവിലെ വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. ഇവിടെ കൂടി നമ്മൾ GMK ഗംഭീരമായി ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ സ്മാർട്ട് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ഫ്രെയിം വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ആ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. സ്മാർട്ട് റോഡിൽ നമുക്ക് ഏത് ഭാഗത്ത് പോയാലും നമുക്ക് നല്ല കാഴ്ചകൾ, ഏത് രീതിയിലാണ് നമ്മുടെ നാട് മാറിയത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കാലാവസ്ഥ ചെറിയൊരു പണി നമുക്ക് തന്നു. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ചെറുതായ കാലാവസ്ഥയിൽ ഒരു മാറ്റം വരുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിച്ചത്. ഓക്കെ, താങ്ക് യു.